രമേശി, അർജുൻ നമ്മുടെ നാടിനൊരു തീരാവേദനയാണ്. പക്ഷെ എന്നാലും നമ്മൾ എല്ലാ ആദരവോടും കൂടി ആ മൃതശരീരത്തെ ഏറ്റുവാങ്ങുകയാണ്. അതെ, തീർച്ചയായിട്ടും 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അർജുൻ്റെ ദേഹം നമുക്ക് കിട്ടുന്നത്. ആ കുടുംബത്തിന് ഒരു അല്പമാശ്വാസം എന്ന നിലയ്ക്ക് അപ്പം തികഞ്ഞ ആദരവോടുകൂടി, തികഞ്ഞ വേദനയോടുകൂടി ഇന്ന് അർജുനെ യാത്രയാക്കിയാണ് നാട്. എല്ലാവിധത്തിലും നാട് അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ പാനൂരിൽ നിന്നും നാദാപുരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ പുലർച്ചെ 5 മണിയിൽ നിൽക്കുന്ന സമയത്ത് പോലും അവരൊക്കെ വരികയാണ്. അവർക്കൊന്നും അർജുനെ മുൻപ് പരിചയമില്ല, അവരൊന്നും മുൻപ് കണ്ടിട്ടേ ഇല്ല. പല ആൾക്കാരും കേരളത്തിലെ ഒരു കുടുംബാംഗത്തെ പോലെ അർജുൻ ആ രീതിയിൽ നമ്മളെല്ലാം പ്രാർത്ഥിച്ചിരുന്നു. നമ്മളൊരു കുടുംബാംഗം ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുക, അതുപോലെ നമ്മളെല്ലാവരും കേരളത്തിലെ ഓരോ കുടുംബവും അതുപോലെ തന്നെ നിരവധിയായി ലോകത്തിൻ്റെ പല മേഖലയിൽ നിന്ന് അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ട വേദനയാണ് പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ. അവർക്കൊന്നും മുൻപ് പരിചയം പോലും ഇല്ല ഈ അർജുൻ. അതെ, അർജുൻ ഇപ്പം ഓരോ വീട്ടിലെയും കുടുംബാംഗമായി മാറിയിരിക്കുകയാണ്. എല്ലാ വീട്ടുകാർക്കും അവരുടെ ഒരു വീട്ടിലൊരാളെ പോലെയാണ് ഇപ്പോൾ അർജുൻ ഉള്ളത്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്നലെ കർണാടകയിലൊക്കെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കാണുകയാണ്. 100 കണക്കിന് ആളുകൾ വരികയാണ്. ഒരു പരിചയവുമില്ലാത്ത ആളുകൾ, വെറും ഈ ചാനലുകളിൽ മാത്രം പരിചയമുള്ള ആളുകളാണ്. അവരുടെയൊക്കെ ഒരു ഉള്ളിൽ ഒരു വലിയ നോവായിട്ട് അർജുൻ മാറിയിരിക്കുകയാണ്. അപ്പം അർജുൻ ആ രൂപത്തിലുള്ളൊരു യാത്രയപ്പാണ് ഇന്ന് നാട് നൽകുന്നത്. ഇവിടെ നിന്നിപ്പോൾ രമേശ് എന്തായാലും ഇവരുടെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അവരൊക്കെ പിടിച്ചു നിന്നത്. 72 ദിവസവും അവരൊരു ഒരു 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 ഘട്ടത്തിൽ പോലും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു കുറ്റപ്പെടുത്തി, ഒരു സംവിധാനത്തെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. അതൊക്കെ ഒരു നിശ്ചയദാർഢ്യമായ അർജുൻ അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. അർജുനെ തിരികെ കിട്ടുന്നത് മനാഫിൻ്റെ ഒക്കെ ഒരു പ്രതികരണമൊക്കെ വളരെയധികം വേദനിപ്പിച്ചിരുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും ആ കുടുംബം വളരെ പക്വതയോടുകൂടി, തികഞ്ഞ സംയമനത്തോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും. അവരുടെ ഓരോ വാക്കുകളും മറ്റാരെയും വേദനിപ്പിക്കാത്ത വാക്കുകളായിരുന്നു. ആ തരത്തിൽ അവർ കാത്തിരുന്നതാണ്. അവർക്ക് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതിലേറെ നമ്മൾ മനാഫിനെയാണ് നമ്മൾ ഹൃദയത്തോട് ചേർക്കുന്ന മറ്റൊരു കാര്യം. മനാഫിൻ്റെ ഒരു ധൈര്യമുണ്ട്, ആ ഒരു നിശ്ചയദാർഢ്യമുണ്ട്. കിട്ടും, അർജുൻ അവിടെയുണ്ട്, അവൻ്റെ വിശ്വാസമായി. മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ കുറ്റപ്പെടുത്തൽ പല രൂപത്തിലുണ്ടായിട്ട് പോലും പക്ഷേ മനാഫ് അതിനകത്ത് ഉറച്ചു നിന്നു. അതൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതീകമായിട്ട് നമുക്ക് മനാഫ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൂടി ഒരു തൻ്റെ മകനെ പോലെ അർജുൻ്റെ മകനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ദിവസം പറയുകയും ചെയ്തു, അതായത് ഇനി എനിക്ക് മക്കൾ 4 അതായത് അർജുൻ്റെ മകൻ എൻ്റെ മകനാണ്. അതായത് ഒരു മുതലാളിയോ അല്ലെങ്കിൽ അത്തരത്തിൽ തൻ്റെ വാഹനത്തിൻ്റെ ഉടമ എന്നുള്ള രീതിയിലല്ല, ഒരു സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു സഹപാഠിയെ പോലെയുള്ളൊരു ആത്മബന്ധം അത്രത്തോളം തീവ്രമായിരുന്നുവെന്ന് അന്ന് ആ വാഹനം ട്രക്ക് അവിടെ നിന്ന് കരക്ക് കയറ്റുമ്പോൾ മനാഫ് കരഞ്ഞുകൊണ്ട്, തൊണ്ടയിടറിക്കൊണ്ട്, ഒരു ഘട്ടത്തിൽ പോലും മനാഫിനെ നമുക്ക് ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്ന മനാഫിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ ശിരൂർ. പക്ഷേ ഇത്തരത്തിൽ കണ്ണ് കലങ്ങി തൊണ്ടയിടറി സംസാരിക്കുന്ന ഒരു മനാഫിനെ നമ്മൾ കണ്ടിട്ടില്ല. എത്രത്തോളം അവർ തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു അല്ലെങ്കിൽ ആത്മാർത്ഥമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിരുന്നു. അതെ, മനാഫ് തുടക്കം മുതലേ പറയും ഓൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനാഫ് പറയായിരുന്നു. ആ ബോഡി ലോറിയുടെ ഭാഗം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഓൻ അതിലുണ്ട് എന്ന് മനാഫിൻ്റെ ആ ഒരു മനസ്സിലുള്ള കാര്യം അവനെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം മനാഫിൻ്റെ ഒരു നമ്മൾ തീർച്ചയായിട്ടും മനാഫിനെ നമിക്കുകയാണ്. മനാഫിനെ പോലുള്ള മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ നമ്മോടൊപ്പം ഉണ്ട്. കേരളവും ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും അർജുൻ്റെ ദൗത്യം ഉണ്ടായപ്പോഴും എല്ലാം കേരളം ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും, അതിലിപ്പോൾ എല്ലാവരും പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ ഇടപെടലും എല്ലാം ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഗുണകരമായി. അതെ, തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളും, ഇത് കർണാടക ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒക്കെ ഇതിനു വേണ്ടി ഒറ്റക്കെട്ടായി നിന്നിരുന്നു. ഒറ്റ പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും നിന്നത് അർജുന് വേണ്ടിയിട്ട്. അപ്പം അർജുനെ ജീവനോടെ കിട്ടിയില്ല. ആ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം തീരാ നഷ്ടമാണ്. നമുക്കൊരിക്കലും അത് നികത്താൻ സാധിക്കില്ല. എത്ര ആശ്വസിപ്പിക്കാനും വാക്കുകൾ നമുക്കില്ല അർജുൻ്റെ. ഞാൻ ആ വീട്ടിലൊക്കെ പോയി നേരത്തെ ഒരുപാട് പ്രാവശ്യം പോയതാണ്. അപ്പോൾ അവരുടെ ഒരു ഭാര്യയുടെയൊക്കെ ഒരു വേദന, കുഞ്ഞുമോൻ, അവന് അച്ഛനെ തിരിച്ചറിയാൻ അവനറിയില്ല, അച്ഛൻ്റെ രൂപം അവൻ്റെ മനസ്സിലുണ്ടാവില്ല. ആ പ്രായത്തിൽ അവൻ അച്ഛനെ നഷ്ടപ്പെട്ടു. മകൻ്റെ കളിപ്പാട്ടമാണ് അവൻ്റെ വണ്ടിയിൽ ഉലയാതെ ആ കളിപ്പാട്ടം അവിടെ നിൽക്കുകയാണ്. അതൊക്കെ നമ്മളിലൊക്കെ ഉണ്ടാക്കുന്നൊരു വേദന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. ഏതായാലും ഒരു തീരാ നോവായിട്ട് അർജുനുണ്ട്. പക്ഷേ അർജുന് നമ്മുടെ തികഞ്ഞ ആദരവോടെ ഒരു നാട് യാത്ര അയക്കും.
ആ യാത്രയേക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ രാത്രിയും നമ്മളെല്ലാം ഉറക്കൊഴിഞ്ഞ് എല്ലാ മനുഷ്യരും അതിനു വേണ്ടി നിൽക്കുകയാണ്. അതൊരു നാടിൻ്റെ ഒരു ഐക്യവും ഒരു നന്മയും ഒക്കെ ആയിട്ട് നമുക്ക് ഈ അവസരത്തിൽ ഇതിനെ കാണാൻ സാധിക്കും. 6 മണിയോടുകൂടി തന്നെ ഇവിടത്തേക്ക് എത്താൻ വേണ്ടി കഴിയുമല്ലേ? അല്ല, തീർച്ചയായും കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു 6 മണിൻ്റെ ഉള്ളിൽ തന്നെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്ററൊക്കെ 3:30 ആകുമ്പോഴേക്കും കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളും വളരെ നേരത്തെ ഇവിടെ എത്തി. ഏത് സമയമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തൊരവസ്ഥയെന്ന് വണ്ടി വരുന്നതാണല്ലോ. അപ്പം വളരെ നേരത്തെ എല്ലാവരും കാത്തിരിക്കുന്നു. മിനിസ്റ്റർ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഒക്കെ ഇവിടെയുണ്ട്, കലക്ടറും എല്ലാവരും എത്തിയിട്ടുണ്ട് അതിർത്തിയിൽ. കോഴിക്കോട് ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.